ഹായ്, ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ക്രിസ്മസ് റിലീസായിട്ട് വന്ന 3 സിനിമകളെ കുറിച്ച് പറയാനാണ്. അതിൽ ഒന്നാമത് എനിക്ക് പറയാനുള്ളത് മാർക്കോയെ കുറിച്ചിട്ടാണ് അല്ലേ. ഉണ്ണി മുകുന്ദൻ്റെ, ഹനീഫിൻ്റെ ഒരു ബ്രില്യൻറ്റ്, ഇല്ലെങ്കിൽ നമുക്ക് KGF പോലെ, ഇല്ലെങ്കിൽ കില്ല് പോലെ, ആനിമൽ പോലെയൊക്കെ നമ്മൾ ഇവിടെ ഭയങ്കര ഹിറ്റാക്കിയിട്ടുള്ള വയലൻസ് സിനിമകളുടെയൊക്കെ മേളിൽ നിൽക്കുന്ന നമ്മുടെ മലയാളികൾക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റ് അല്ലേ. ഭയങ്കര അടിപൊളിയാണ് അതിൻ്റെ എല്ലാ ടെക്നിക്കൽ സൈഡും. ഉണ്ണിയുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഒരു രക്ഷയില്ല. ഭയങ്കര മാസീവായിട്ടുള്ള ഫൈറ്റ് സീക്വൻസുകളും, അതിനകത്ത് ഒരു കോംപ്രമൈസും അതിൻ്റെ പ്രൊഡക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ബ്രില്യൻ ക്യാമറ എഡിറ്റിങ്, ഷമീറിൻ്റെയൊക്കെ വൻ എഡിറ്റിങ്ങാണ് പടം. അപ്പം എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ നിങ്ങളോട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. വേറെ ഒന്നുമല്ല, ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞൊരു സ്റ്റാർ, അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ ഇപ്പം ഒറ്റയ്ക്ക് വഴിവെട്ടി കുറേ ആളുകൾ പറഞ്ഞു, പക്ഷേ അതിനകത്ത് ഏറ്റവും അത് അനുയോജ്യനായിട്ട് പറയാൻ പറ്റുന്ന ആളാണ് ഉണ്ണി. കാര്യം ഇത്രത്തോളം കരിയറിൽ അപ്സ് ആൻഡ് ഡൗൺ ഉണ്ടായിട്ടുള്ള, ഇല്ലെങ്കിൽ ഇത്രത്തോളം എതിർപ്പും ഉണ്ടായിട്ടുള്ള നടന്നില്ല. അദ്ദേഹം അതിനെയൊക്കെ അതിജീവിച്ച് ചിരിച്ചുകൊണ്ട് ഇന്നലെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഉണ്ണി ഇന്നലെ ഇത്രയും ക്രൗഡിൻ്റെ ഇടയ്ക്ക് നിന്ന് ഉണ്ണി അതിൻ്റെ ബൈറ്റ് കൊടുക്കുമ്പം ഇല്ല, അതിനകത്ത് ഉണ്ണിയുള്ളൊരു പ്രൗഡ്, അതായത് നേടി എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു അടിപൊളിയായിട്ട് തോന്നി. ഇത്രയും ഒരു ബഡ്ജറ്റ് ഏറിയൊരു, ഇപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിനൊക്കെ സമ്മതിക്കണം. കാര്യം മലയാളം പോലത്തെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയും ക്വാളിറ്റി ഒരു സ്റ്റഫ് ഉണ്ടാക്കിയതിന് ബ്രില്യൻ്റ് ആണ്. അതിൻ്റെ എല്ലാ സൈഡും, ക്യാമറ, എഡിറ്റ്, ഇല്ലെങ്കിൽ മ്യൂസിക്, എഫക്ട്സ്, ഇല്ലെങ്കിൽ CG ഫൈറ്റ്സ് എല്ലാം ടോപ്പ് നോച്ചാണ്. ഇപ്പം എനിക്ക് ഷമീർ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഷമീർ എനിക്ക് ഫൈറ്റ് എൻ്റെ ആദ്യ 2 സിനിമകൾ എഡിറ്റ് ചെയ്തത് ഷമീറാണ്. അപ്പോൾ എനിക്കറിയാം ഷമീർ എത്രത്തോളം ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ കൂടെ നിൽക്കും എന്നുള്ളത്. അപ്പോൾ ഷമീർ അത് ബ്യൂട്ടിഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് കാണുന്ന മലയാളത്തിലെ പല എഡിറ്റേഴ്സും, ഇല്ലെങ്കിൽ പല ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം എഡിറ്റേഴ്സും ഷമീറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വന്ന പിള്ളേരാണ്. അപ്പം അതെല്ലാം കാണുമ്പം ഭയങ്കര സന്തോഷമാണ്. ഈ സിനിമ ശരിക്കും ഇന്നലെയും ഇന്നുമൊക്കെ റെക്കോർഡ് ബുക്കിംഗാണ് മലയാളത്തിൽ. അപ്പം ഇങ്ങനൊരു വിൻഡോ, ഇപ്പോൾ ഇനി പോകുന്ന അങ്ങനെ സിനിമാറ്റിക് സിനിമകളിലേക്ക് ഒരു ഇറയിലേക്കാന്ന് തോന്നുന്നു. അതിലേക്കുള്ള ആദ്യ ഒരു മാസീവ് ചുവടുവെപ്പാണ് ഉണ്ണിയും അദാനിയും ഹനീഫും, ഇല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമും എല്ലാം കൂടി ചെയ്തിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഓവർ വയലൻസ് ഒക്കെയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാൽ പോലും ഈ സിനിമ ഒരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കില്ല്, ഇല്ലെങ്കിൽ KGF, ഇല്ലെങ്കിൽ ആനിമലൊക്കെ ഇവിടെ കൈയടിച്ച് വിജയിപ്പിച്ച പോലെ ഈ സിനിമയെ വിജയിപ്പിക്കണം. ഇങ്ങനത്തെ അറ്റംപ്റ്റുകൾ മലയാള സിനിമയിൽ നിന്ന് ഉണ്ടാകണം. കാരണം നമുക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ എന്താണ് ചില സീക്വൻസ് നമുക്ക് കാണാൻ പോലുമുള്ള ഒരു മാനസികതയാണെന്ന് എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് ഹനീഫ് വളരെ സാധുവായിട്ടുള്ള, ഒരു അക്ഷരം പോലും വെച്ചത് സംസാരിക്കുന്നതാണ്. ഹനീഫ് ഇത്രയും കൊടൂര വയലൻസ് ഒക്കെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത്രത്തോളം ഇമ്പാക്റ്റാണ് തിയേറ്ററിൽ ഈ സിനിമ തരുന്നത്. അപ്പം ഉണ്ണിക്ക്, ഹനീഫിന്, മാർക്കോയ്ക്ക് ഒരു വൻ കൈഡി. കാര്യം ഇത്രയും റെസ്പോൺസുകൾ കാണുമ്പം, ഇത്രയും ഇമ്പാക്റ്റ്ഫുൾ കാണുമ്പം ഭയങ്കര സന്തോഷം. പിന്നെ ഇതിൻ്റെ എഡിറ്റർ ഷമീറിനും, കാരണം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഹനീഫൊക്കെ ഞാനും ആയിട്ട് ഒരുപാട് നാൾ നമ്മൾ സ്ട്രഗിൾ ചെയ്ത്, നമ്മൾ ആദ്യ സമയങ്ങളിലൊക്കെ എനിക്ക് ഹനീഫിനെ അറിയാം. അപ്പോൾ അവിടെ നിന്ന് ഹനീഫും കരിയറിൽ ഒരുപാട് അപ്സെൻ്റ് വന്നിട്ടുള്ള ആളാണ്, ഒരു ഡയറക്ടറാണ്. അദ്ദേഹം ഇത്രയും ഒരു ക്ലീൻ പെർഫെക്റ്റ് പ്രൊഡക്റ്റുമായിട്ട് വന്ന് നിൽക്കുമ്പോൾ അതിന് ആ പ്രൊഡക്റ്റിനെ ഒന്നിൻ്റെ പേരിലും എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഡിഗ്രേഡ് ചെയ്യാനോ ഒന്നും ശ്രമിക്കാതെ, ആ സിനിമ ഇഷ്ടപ്പെട്ട ആളുകൾ ഇപ്പോൾ ഇടുന്ന പോലെ തന്നെ ഒരുപാട് നല്ല റിവ്യൂസും, ഇല്ലെങ്കിൽ നല്ല സപ്പോർട്ട് സിസ്റ്റമായിട്ട് തന്നെ ഈ സിനിമ കൊണ്ടാടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി മാർക്കോ മാറുന്ന എനിക്ക് യാതൊരുവിധ ഡൗട്ടും ഇല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡയറക്ടറാണ് ആഷിഖ് കപൂർ. റൈഫിൾ ക്ലബിനെ കുറിച്ചിട്ടാണ്. ശരിക്കും ഈ രണ്ടും എന്നിട്ട് 2 കൈൻഡ് ഓഫ് ജോണറാണ്. ഇപ്പോൾ എക്സ്ട്രാ വയലൻസ് ആണ്, ത്രില്ലാണ്. ആഷിഖ് കപൂർ നമുക്ക് പറയുന്നത് ത്രില്ലാണ്. നിങ്ങൾ ആ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസിൻ്റെ സിനിമയാണ് ആഷിഖ് കപൂർ. കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ക്യാമറ ചെയ്യുന്നു, ഇല്ലെങ്കിൽ പെർഫോമൻസൊക്കെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ. ഇപ്പം ഹനുമാൻ കൈൻഡ് ആണെങ്കിലും, ഇല്ലെങ്കിൽ അഞ്ജന പുഷ്പൊക്കെ ആണെങ്കിലും ചുമ്മാ വേറെ ലെവലാണ്. അതുമാത്രമല്ല, നമ്മളെ പല ഇപ്പം മനുഷ്യനാഥ്, വിജയരാഘവൻ സാറ്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ, ദിലീഷ് പോത്തൻ്റെയൊക്കെ കിട്ടില്ല പെർഫോമൻസ് ചെയ്ത് നമ്മളിപ്പോൾ ഈ ഗൈറിച്ചി സിനിമകൾ കാണുന്ന പോലെ ഭയങ്കര ഫാസ്റ്റ് ആക്ഷൻ കട്ടുകളും വെട്ടിയും ഒക്കെ ആയിട്ടൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നമ്മുടെ റൈഫിൾ ക്ലബും. പിന്നെ ഒരു രസമുള്ള ഒരു ഡാർക്ക് കോമഡിയിൽ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ പോയി കണ്ട് ചിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ് ഇടി. ലിസ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്ത അമീറാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, അമീർ. പിന്നെ ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഷാരോൺ ശ്രീനിവാസനാണ്. പല്ലുട്ടിയും കൽബും എല്ലാം ഷാരോണാണ് ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. ബ്രില്യൻ ക്യാമറാമാനാണ് അദ്ദേഹം. ആ ജോണറിനോട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നീതി പുലർത്തിയിട്ടുണ്ട്. അപ്പം ഇനി വരാനിരിക്കുന്നത് ലാൽ സാറിൻ്റെ
ബറോസാണ് നമ്മൾ ക്രിസ്മസിന്. അപ്പം എന്തായാലും ഈ ക്രിസ്മസ് നിങ്ങൾക്ക് തിയേറ്ററിൽ ഓരോ ഷോയിനെ മാറി മാറി ഓരോ ജോണറുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ക്രിസ്മസ് ആയിരിക്കും തോന്നുന്നു. അപ്പോൾ ഈ സിനിമ എല്ലാം നിങ്ങൾ തിയേറ്ററിൽ വിജയിപ്പിക്കണം. ഈ തിയേറ്ററിൽ മാക്സിമം സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന സിനിമകൾക്ക് കൊടുക്കണം. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാ റിവ്യൂസും എല്ലാം നല്ലതാണ് ഈ സിനിമയ്ക്ക്, 3 സിനിമയ്ക്കും വന്നിരിക്കുന്നത്. അപ്പം ഈ 3 സിനിമയ്ക്കും നിങ്ങൾ അർഹിച്ച വിജയം തന്നെ നേടിക്കൊടുക്കണം. ഉണ്ണിയുടെ മാർക്കോയ്ക്കും ഇല്ലെങ്കിൽ ആഷിഖ് കപൂറിൻ്റെ ഒരു കൂട്ടം കിടിലൻ പെർഫോമൻസുകളുള്ള റൈഫിൾ ക്ലബിനും, സുരാജ് ഏട്ടൻ്റെ അടിപൊളി പെർഫോമൻസുള്ള ഇടിക്കും, ഇനി വരാനിരിക്കുന്ന ലാൽ സാറിൻ്റെ ഡയറക്ടർ, മലയാളത്തിൻ്റെ സ്വന്തം ലാൽ സാറിൻ്റെ ഡയറക്ടർ റേഞ്ചറായ ബറോസിനും എല്ലാവിധ ആശംസകളും. ഈ സിനിമകളെല്ലാം തിയേറ്ററിൽ വൻ വിജയങ്ങളാകട്ടെ, നമ്മുടെ ഇൻഡസ്ട്രി വളരട്ടെ. താങ്ക് യു.